എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കെന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാം, വലിയവർക്ക് ഇഷ്ടമുള്ളവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം വേണ്ട ഇത്രയും പീസേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരുപോലെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഈ രണ്ട് ഭാഗത്തെ സംഭവം ഇതങ്ങ് തിരിച്ച് വയ്ക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിത് ഒരുപോലെ ഇതിൻ്റെ എഡ്ജൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇനിയും ഈ സംഭവങ്ങളൊക്കെ കളയണ്ട, നമുക്കിതൊന്ന് മൈക്രോവേവിനകത്ത് ഒരു മിനിറ്റോ അല്ല 30 സെക്കൻഡ്സോ അത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ചൂടാകും, അത് കഴിഞ്ഞിട്ട് അത് തണുക്കുമ്പോൾ അത് ഹാർഡാകും. അപ്പോൾ അത് നമ്മുടെ ഗ്രൈൻഡറിനകത്തോട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ 4 പീസ് ബ്രെഡല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു മുട്ട മതിയാകും. മുട്ട കഴുകിയിട്ടേ എടുക്കാവൂ കേട്ടോ. അത് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഷുഗർ ഇടാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഇത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരല്പം പാലും കൂടി ഒഴിക്കുക അതിനകത്ത്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സ് ചെയ്യാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു നുള്ളുപ്പ്, ഒരു നുള്ള് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തല്ലോ. ഇനി നമുക്ക് ആ ബ്രെഡ് ഓരോന്നായിട്ട് അതിനകത്തൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് അടുക്കി വെക്കണം. ഇത് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഇച്ചിരി തിന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം വെളിയിൽ വരത്തക്കവണ്ണം ഇങ്ങനെ വെച്ചു. നന്നായിട്ട് സോക്ക്ഡ് ആകണം കേട്ടോ. ഇത് നമുക്കിനി ടോസ്റ്റ് ചെയ്ത് എടുക്കണം. ചെറിയ തീയിൽ വയ്ക്കണം, വലിയ തീയിൽ വെക്കരുത്, ചെറിയ തീയിൽ വെക്കണം. പാൻ ഞാൻ വെച്ചു. അത് ചൂടാകുന്ന ഉടനെ നമുക്കിതങ്ങോട്ട് സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ നമുക്കൊരല്പം ബട്ടർ അതിന് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ബട്ടറിനകത്ത് അതൊന്ന് ടോസ്റ്റ് ആകട്ടെ. ചെറിയ തീയിൽ ചെയ്താൽ നല്ലത് കേട്ടോ, അല്ല ഒരു സൈഡ് പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും. ഇതിൻ്റെ ലെയറെല്ലാം ഒന്ന് ചെറുതായിട്ട് വേകണമല്ലോ. ശ്രദ്ധിച്ചതൊന്ന് തിരിച്ചിടണം നമുക്ക്. ഒരുപോലെ ആകട്ടെ. ഓരോ സൈഡ് നമുക്ക് തിരിച്ച് ടോസ്റ്റ് ചെയ്യണം. ഇപ്പം 4 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, അകം വെന്തിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് എനിക്ക്. തന്നെയല്ല, നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ കിട്ടും. ഇതാ കണ്ട, നല്ല അത്യാവശ്യം മധുരം, മുട്ട എല്ലാം കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കി, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.